ഗോകുലം പ്രൊഡക്ഷന്റെ ലോഗോ റിവീൽ മ്യൂസിക്കാണ്. ഞാൻ കരുതി ഗുരുവായൂരത് ശ്രീകൃഷ്ണൻ ഇപ്പൊ ഇറങ്ങി വരുമെന്ന്. കലാസ്നേഹികളെ, ഈ സിനിമ തിയേറ്ററിലും OTT-ലും ഇറങ്ങിയതിനു ശേഷം ഒട്ടുമിക്ക എല്ലാ റിവ്യൂവേഴ്സും റോസ്റ്റേഴ്സും ചേർന്ന് ഏറെക്കുറെ പൊതുനീതി ഒരു തരത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയിരുന്നാണ് കണ്ടത്. അസേ പ്രേക്ഷകൻ എന്ന നിലയിൽ ഒരു ഓക്കെ സിനിമയായാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എന്നാൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ഒന്നുകൂടി ഈ സിനിമ കണ്ടു നോക്കാം. അപ്പൊ ഈ കഥ ആരംഭിക്കുന്നത് ഒരു കൂട്ടം കവല പിള്ളേർ വെടലത്തരം കാണിക്കുന്നതും കാണിച്ചാണ്. ഈ കഥ ഈ പിള്ളേരുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് പറയുന്നത്. സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന പിള്ളേരും CBSE പിള്ളേരും തമ്മിൽ പണ്ടേ കീരിയും പാമ്പിനെയും പോലെ ആടും അമ്മാവനെയും പോലെ ശത്രുപക്ഷത്താണല്ലോ. അങ്ങനെ അവർ ഒരു വട്ടന്റെ കഥ നമുക്ക് പറഞ്ഞു തരികയാണ്. കഥയുണ്ട്, വേണേ ഞാൻ പറഞ്ഞുതരാം. ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി, നല്ല മൂഡ്. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു വലിയ സമ്മേളനം നടക്കുകയാണ്. അവിടെ നമ്മുടെ സാന്റി മാസ്റ്ററും ദേവ്ജിയും ഒക്കെ ഉണ്ട്. അവിടെ കഥ നമ്മുടെ നായകൻ കടന്നു വരികയാണ്. അതൊക്കെ പണ്ട് സംഭവം ഏട്ടൻ ഇതുവഴി ഒരു പുതിയ കാൽവെപ്പ് നടത്താൻ ശ്രമിച്ചുവെങ്കിലും നോ ലോജിക് ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് കാണിക്കുന്നത് മുഴുവൻ കാട്ടവരാതമാണ്. അതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചു പോകും, ഈ പഴത്തൊലി ചവിട്ടി നെറ്റിയിടിച്ച് വീണ് അവിടെ കിടന്നാൽ മതിയായിരുന്നെന്ന്. ഇദ്ദേഹമാണ് നമ്മുടെ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി വന്ന് സ്റ്റേജിൽ കയറിയതും പേട്ടൻ കുടിക്കാൻ കരിക്ക് വെള്ളം കൊണ്ട് കൊടുക്കും. കണ്ട പേട്ടന്റെ കയറിക്കുന്ന കരിക്കില് വൈറ്റ് സ്ട്രോ, മുഖ്യമന്ത്രി കുടിച്ചതിൽ റെഡ് സ്ട്രോ. കണ്ട ബ്രില്യൻസ് കണ്ട, അത് കുടിച്ചതും ഈ പടത്തിൽ മുഴുനീള വെറുപ്പിക്കലാണ് ഗൈസ്. തുടക്കം നമ്മൾ കണ്ടില്ലേ, മര്യാദക്ക് റോഡിലൂടെ കാർ ഓടിച്ച് വെക്കൊണ്ടിരുന്ന ഒരുത്തന്റെ കാറിന്റെ മേളിൽ കയറുന്ന ഡാൻസ് കളിച്ച വെടല ചെക്കന്മാരില്ല, ദളപതി ബോയ്സ്. ഇത്തരത്തിലുള്ള 1-2 പേരുകളും ഒരു വണ്ടിയുമാണ് ഈ യൂണിവേഴ്സിനെ ഗില്ലി യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നതെന്ന്. വിജയണ്ണന്റെ സമയം ശരിയല്ല, അങ്ങനെ പടം റിലീസ് ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ വിളിച്ചു കൂട്ടിയ പൊതുയോഗത്തിൽ മരണം ഉണ്ടായി. അതും പോരാഞ്ഞിട്ട് ദേ കാട്ടവരാതെ കൂടെ എടുത്തു വെച്ചേക്കണം. ദളപതി അണ്ണൻ എന്തോ വലുത് വരാൻ, അല്ല ഇതിനേക്കാൾ വലുതിഞ്ഞ് എന്ത് വരാൻ. അങ്ങനെ നമ്മുടെ പേട്ടൻ മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ട് പോവുകയാണ് ഗൈസ്. ശൗചാലയത്തിൽ പോകാൻ പരക്കം പായുന്ന മുഖ്യമന്ത്രിയെ അണികളെ എല്ലാം ചവിട്ടി പുറത്താക്കി അണ്ണൻ ഒറ്റയ്ക്ക് കടത്തിക്കൊണ്ട് പോവുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, പടത്തിലെ അണിയറ പ്രവർത്തകരെല്ലാം അവൾക്കൊപ്പം തന്നെ. അല്ലെങ്കിൽ ഇമാതിരി കോപ്പറയങ്ങളെല്ലാം പേട്ടനെ കൊണ്ട് കാണിപ്പിക്കൂ. ഇനി പേട്ട മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ട് ഒരു ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ചെന്നൈ സൂപ്പർ സ്റ്റാറിനെയാണ്. മുഖ്യമന്ത്രിയുടെ മകൻ നേരിട്ടെത്തുകയാണ് ഈ വിഷയം അന്വേഷിക്കാൻ. ഇനി വിനീതേട്ടൻ വന്നത് വിനീതേട്ടന്റെ വക ഒരു ലോഡ് വെറുപ്പിക്കലാണ്. പിന്നെ പടത്തിന്റെ റൈറ്ററിൽ ഒരാൾ കൂടിയ ഫഹീം ഇടയ്ക്കിടയ്ക്ക് വന്ന് സൈഡിൽ കൂടെ മുഖം കാണിച്ചിട്ട് പോകുന്നുണ്ട്. ഫഹീമിന് എന്തോ നമ്മളോട് പറയാനുണ്ട്. എനിക്ക് മൂഡ് സ്വിങ്സിന്റെ പ്രശ്നമുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ വോണ്ടർ ലിസ്റ്റ് കൂടെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ കുന്നും മലയും വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ വന്നു. ചുമ്മയാണ് ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ച പുള്ളിക്ക് ഒടുക്കത്തെ മൂൺ സിംഗ് ആണെന്ന്. അല്ലെ ഈ മൂൺ സിംഗ് പകർന്ന അസുഖമാണ്, ഭാര്യയ്ക്കുണ്ടോ ഇല്ല, രണ്ടുപേരും ഒരേപോലെ ചിന്തിച്ച് ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ട് ചോദിച്ചു ചെയ്യണട്ടാ. അണ്ണ 6 നീളത്തിൽ ചൂരില് പോലെ ഇരിക്കുന്ന അണ്ണ ചെന്നൈ സ്റ്റാറിനെ പറ്റി ഒന്ന് തള്ളു. The man of intelligence. ഈ നിമിഷം മുതൽ എന്റെ റോൾ മോഡൽ. ഇനി നോ മോർ ക്രൈം. ഇനി പടം ഗില്ലി യൂണിവേഴ്സ് ആയതുകൊണ്ട് ഗില്ലി സിനിമയുമായി ബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ. അതിനാൽ തന്നെ ഗില്ലിയിൽ ദളപതി ഓടിച്ചിരുന്ന ജിപ്സിയും ഗില്ലിയിലെ ആ പാട്ടും ഈ പാട്ടൊക്കെ ഇട്ട് ആററിൽ പറന്ന് എവിടെയാണ് പോയെന്നറിയാം. മുഖ്യമന്ത്രിയെ ശൗചാലയത്തിൽ എത്തിക്കാൻ. അല്ല ഈ തൊഴുകൂപ്പനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ മുഖ്യനെ കുറച്ച് സുഖവും കൊടുത്ത് പുതിയ ഡ്രസ്സ് ഇട്ട് വേഷവും മാറി അവരിങ്ങനെ പുറത്തിറങ്ങിയാണ്. എന്നിട്ട് നേരെ ഒരു മലയുടെ മുകളിലോട്ട് കൊണ്ടുപോകും. PR ടീമൊക്കെ പരലോകം വരെ പോയി വർക്ക് ചെയ്ത പടമാണ്. എന്നിട്ട് എന്ത് ചെയ്യാ, ഇങ്ങനത്തെ വെറുപ്പീര് സീനല്ലേ എടുത്ത് വെച്ചേക്കണം. ഒരു ഉദാഹരണത്തിന് ദേ ഈ അമ്മച്ചിയും വെറുപ്പിക്കും. മുഖ്യമന്ത്രിയാ സെക്രട്ടറി കൊണ്ട് കളയണേ. അത് കഴിഞ്ഞ് അവിടേക്ക് നമ്മുടെ പാലു വർഗീസ് വരികയാണ്. പുള്ളിക്കാരന് കണ്ണിന് കാഴ്ചയില്ല, പക്ഷെ പടം വരയ്ക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണല്ലോ പറഞ്ഞത് നോ ലോജിക് ഓൺലി മാഡ്നസ്. അങ്ങനെ ഇതുവരെയും ആരും കാണാത്ത ദിലീപേട്ടന്റെ മുഖം പുള്ളി വരയ്ക്കുകയാണ്. പിന്നീട് അവിടെ മറ്റൊരു വട്ടനായ അശോകനും വരും. അശോകനും ബാലു വർഗീസും എല്ലാം ദിലീപേട്ടന്റെ കമ്പനിയാണ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിലുള്ളവർക്ക് എല്ലാം വട്ടാണ്. 2-2.5 മണിക്കൂർ ജയിൽ ശിക്ഷയും 200 രൂപ പിഴയുമാണ് ഈ സിനിമ കണ്ട എല്ലാ പ്രേക്ഷകർക്കും കിട്ടിയത്. ഇനി നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു ചെറിയ മാസ സീൻ കാണാം.
ശരിക്കും മുക്കിനെ തട്ടിക്കൊണ്ടു പോയിട്ട് പേട്ടൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് അനൈലേഷൻ ആണ്. കേരളക്കരയെ ഒറ്റയ്ക്കങ്ങ് നന്നാക്കി കളയണം. പ്ലസ് ഒരു സ്വല്പം പേഴ്സണൽ റിവെഞ്ചും. ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ള പരാതികളെല്ലാം മുഖ്യമന്ത്രി നേരിട്ട് പരിഹരിക്കാനായി ബസ് സ്റ്റാൻഡിന് തെക്ക് കിഴക്ക് വടക്ക് ഭാഗത്തായി ഒരു വാൻ നിർത്തിയിട്ടിട്ടുണ്ട്. പരാതികളെല്ലാം ഡയറക്റ്റ് ആയിട്ട് അതിനകത്ത് ജനങ്ങൾക്ക് സമർപ്പിക്കാം. അങ്ങനെ ഒരു ലോഡ് പരാതി ജനങ്ങൾ അതിനകത്ത് കൊണ്ടിടുകയാണ്. റിയൽ ലൈഫിൽ ഇത്രയും പരാതിയെല്ലാം കിട്ടുമെങ്കിൽ മുഖ്യമന്ത്രി എപ്പോഴും അമേരിക്കയ്ക്ക് പോയേനെ. 10 ദിവസത്തോളം മുഖ്യമന്ത്രി നാട്ടിലില്ല, അദ്ദേഹം അമേരിക്കയിലായിരിക്കും. എന്തായാലും പരാതിയൊക്കെ വന്നല്ലോ. അപ്പൊ ആ വാൻ എടുക്കാൻ വേണ്ടി ആള് വരുമല്ലോ. അന്നേരം അവനെ തൂക്കാന്ന് പറഞ്ഞ് ചെന്നൈ സ്റ്റാറും ടീമും ആ വാന്റെ ചുറ്റും വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ബട്ട് അതിസാഹസികമായി പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ച് ആ വാൻ അവിടെ നിന്ന് നമ്മുടെ പേട്ടൻ തൂക്കും. ആ വണ്ടി എവിടെ വന്നേ? ആരാതില്? Guess what guys? There is a twist. നമ്മുടെ പേട്ടനെ ചേസ് ചെയ്ത് വന്ന സാൻഡി മാസ്റ്റർ പോലീസുകാരൻ പേട്ടന്റെ ആളായിരുന്നു guys. ശേഷം പോലീസുകാരും ഇവരും തമ്മിൽ അവിടെ ഒരു ഫൈറ്റ് ഉണ്ട്. മോശം പറയലല്ലോ ഗൈസ്, നല്ല ഫൈറ്റ് ആയിരുന്നു. നമ്മുടെ കിങ് ഖാനും അതിനിടയിൽ വന്നൊരു എൻട്രി കാണിച്ചു. പുള്ളി ഒരു ക്യാമറ ചെയ്തിട്ട് പോകും, അത് വളരെ നല്ലതായിരുന്നു. പക്ഷെ അവിടെ ഒരു പാട്ട്, എവർഗ്രീൻ ആയ നല്ലൊരു പാട്ടിനെ അവർ നശിപ്പിച്ച് കൊള്ളമാക്കി വെച്ചിട്ടുണ്ട്. ഏട്ടനെ പിടിക്കാൻ പറ്റാത്ത ദേഷ്യത്തിൽ ചെന്നൈ സ്റ്റാർ കുറെ കൊച്ചു പിള്ളേരെ തട്ടിക്കൊണ്ടുവരും ഗൈസ്. തളപതി ബോയ്സിനെ പിടിച്ചിവിടെ കൊണ്ടുവരും. അവര് പേട്ടന്റെ ലെഫ്റ്റ് ഹാൻഡ് ആണ് അത്ര. അവരെ രക്ഷിക്കാൻ നമ്മുടെ അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി വരും. വളരെ മനോഹരമായി ചെയ്തു വെച്ചിരുന്ന ഒരു കഥാപാത്രത്തെ വിളിച്ച് ഒരു സോഡ പൊട്ടിച്ചിട്ട് പറഞ്ഞു വിടും. ഇവിടെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണം? അനാവശ്യമായി കുറെ ക്യാരക്ടറിനെ കൊണ്ടുവന്ന് ഐക്കോണിക് ആയിട്ടിരുന്ന ആ സാധനങ്ങളൊക്കെ എടുത്ത് നശിപ്പിച്ചു വെച്ചേക്കണം. ഒരു കഥയില്ലാത്തൊരു കഥയ്ക്ക് കഥ എഴുതി 100 ചേച്ചിക്ക് എന്റെ തമോ വരാതെ നേരുന്നു. അയ്യോ, ഈ മൊണ്ണമോറം ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഇതെപ്പോ ഒന്ന് കയറി എവിടെയെങ്കിലും ഒരു അപരാധത്തിന്റെ മീറ്റർ കുറവുണ്ടെങ്കിൽ അവിടെ ഇവനെ പിടിച്ചു കയറ്റും. ഗൈസ്, ഇനി ഒരു ന്യൂക്ലിയർ ലോകത്തെ സാങ്കല്പിക ദൈവത്തിന്റെ എൻട്രിയാണ്. Now I am become death, the destroyer of worlds. ശരിക്കും ധ്യാനേട്ടന്റെ ഇൻട്രോയിൽ പറയുന്ന ഡയലോഗ് റിയൽ ലൈഫിൽ പൃഥ്വിരാജ് അതിജീവിതയുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു സംഭാഷണമാണ്. അതിനെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ട്രോളാൻ തോന്നിയത്? ഈ സംഭവത്തോടുള്ള എന്റെ നയം എന്താണെന്നും എന്റെ ആവശ്യങ്ങൾ എന്താണെന്നും ഞാൻ ഉന്നയിക്കും. തുടർന്ന് അവരുടെ ഭാഗത്ത് നിന്നൊരു സ്റ്റേറ്റ്മെന്റോ പ്രതികരണമോ ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. അതെ, അതുണ്ടായില്ലെങ്കിൽ ചിലതൊക്കെ എനിക്ക് നിങ്ങളോട് പറയാം. മീറ്റിംഗ് തന്നെ വിളിച്ചിരിക്കുന്നു. അവിടെ നയം എന്താണെന്നും എന്റെ ഇതിനെക്കുറിച്ചുള്ള ആവശ്യങ്ങൾ എന്താണെന്നും ഞാൻ ഉന്നയിക്കും. തുടർന്ന് അവിടെ നിന്നൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ എന്റെ കൂടെ നയങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുകയാണെങ്കിൽ അതായിരിക്കും എന്റെ അതല്ലാത്ത പക്ഷം എന്റെ പ്രതികരണം. ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഡയലോഗ് ഒക്കെ എഴുതാൻ തോന്നുന്നത്? കേരളം മുഴുവൻ ചർച്ചയായ ഒരു വലിയ വിഷയത്തെ നിസാരവൽക്കരിച്ച് ഫണ്ണിയാക്കി വെച്ച് ട്രോളി വെക്കണം. എന്നിട്ട് ഈ പടത്തിനെ നമ്മൾ വിമർശിച്ചൂടല്ലേ? അതങ്ങ് ജപ്പാനിൽ പോയി പറഞ്ഞാൽ മതി. ഇതല്ല, ഇതിനേക്കാളും കൊടൂരമായ ഒരു സീൻ ഇതിനകത്തുണ്ട്. അത് തിയേറ്ററിൽ കാണിച്ചപ്പോ ആൾക്കാരെ വിമർശിച്ചെന്നും പറഞ്ഞ് OTT വന്നപ്പോ അങ്ങ് വെട്ടിമാറ്റി. അതങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ? അവൻ ആദ്യമായിട്ട് കിഡ്നാപ്പ് ചെയ്തത് ലളിതാംബികയായിരുന്നു. തന്റെ കറുത്ത മറുകിന് 100 അഴകാണെന്ന് നാട്ടുകാർ പറയാറുണ്ടായിരുന്ന ലളിത. അവന് പശുക്കളുമായി പണ്ടേ ഒരു കണക്ഷൻ. ഇത് നിങ്ങൾ OTT കട്ട് ചെയ്ത് കണ്ട ഭാഗം. ഇതല്ല തിയേറ്ററിൽ കാണിച്ചത്, അത് ഇതാണ്. ഒരു കാര്യം പറയണ്ട, അവൻ ആദ്യമായിട്ട് കിഡ്നാപ്പ് ചെയ്തത് ലളിതാംബികയായിരുന്നു. തന്റെ കറുത്ത മറുകിന് 100 അഴകാണെന്ന് നാട്ടുകാർ പറയാറുണ്ടായിരുന്ന ലളിതാംബിക. ഒരുമാതിരി പിഴച്ച സീനായി പോയി അത്. ഈ സീനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ടൂർ പോണ ബസ്സിൽ പോലും ഈ പടം ഇടാൻ പറ്റൂലായിരുന്നു. അതായിരിക്കും അവര് കട്ട് ചെയ്ത് മാറ്റിയത്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രി ചോദിക്കുകയാണ്, നീ എന്തിനാണ് എന്നെ തട്ടിക്കൊണ്ട് വന്നത്? നിനക്ക് എന്താ ഭ്രാന്ത? നിന്റെ ബാക്ക് സ്റ്റോറി നീ പറയൂ. പെണ്ണെന്താ പറയാലോ എന്നും പറഞ്ഞു പേട്ടൻ അങ്ങനെ അദ്ദേഹത്തിന്റെ ബാക്ക് സ്റ്റോറി പറയുകയാണ്. പേട്ടന്റെ അച്ഛനായിരുന്നു നമ്മുടെ ദാരിദ്ര്യം പിടിച്ച തന്ത. ദാരിദ്ര്യം ബാധിക്കാത്ത ഒരു ഒറ്റ സിനിമ ഇല്ലല്ലോ ഇങ്ങേർക്ക്. ഒരു സിനിമയിൽ മുടിയും വിട്ടില്ല, താടിയും വിട്ടില്ല, കുളിക്കയില്ല, ഒരു കേറിയ ഷർട്ട് വിട്ടങ്ങ് ഇറങ്ങും. ഇങ്ങനെ ദാരിദ്ര്യം ഇനി എന്ന് മാറും എന്തോ. ഇവരങ്ങനെ വളരെ സന്തുഷ്ടമായി ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഗൈസ്. പെട്ടെന്ന് ഒരു ദിവസം ഇവന്റെ അമ്മ അങ്ങ് മരിച്ചു. അത് കഴിഞ്ഞ് ഇവന്റെ അച്ഛനും അങ്ങ് മരിച്ചു. അതോടെ നമ്മുടെ കൊച്ചു പേട്ടന് വട്ടാവും. അങ്ങനെ വട്ടായ പേട്ടന് പിന്നീട് നോക്കിയത് ഇവരാണ്. അവിടെ നിന്നാണ് പുള്ളിക്ക് ബാലവർഗീസിനെയൊക്കെ കിട്ടുന്നത്. പിന്നീട് അങ്ങോട്ട് കാശിന് വേണ്ടി സ്കൂളിൽ കയറി ഒരുത്തന്നെ തലയടിച്ച് പൊട്ടിക്കും. ആ ചെറുക്കൻ കാഞ്ഞു പോഞ്ഞതും പേട്ടൻ ജയിലിലും ആകും. പക്ഷെ പേട്ടന് വട്ടാണെന്നും പറഞ്ഞ് പിടിച്ച് മേടാശുപത്രി കൊണ്ടിടും. അന്ന് ഒരുത്തന്നെ തലയടിച്ച് പൊട്ടിക്കും. പേട്ടന് 50 വെള്ളിക്കാശ് കൊടുക്കാന്ന് പറഞ്ഞവനാണ് ദൈവൻ. അവിടെ നിന്നാണ് മറ്റൊരു ചരിത്ര വട്ടനായ അശോകനെയും പേട്ടൻ പരിചയപ്പെടുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ.
ഓർക്കല്ല. ഇത്രയും വരെ ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് ഒരാളെ കൂടി പരിചയപ്പെടാനുണ്ടല്ലോ. ആരാണത്? അതേ ഗൈസ്, അത് തന്നെ. നിങ്ങൾ കാത്തിരുന്നു ആ ക്യാമിയോ. അങ്ങനെ കറുത്ത ഷർട്ടിന്റെ പുറകിൽ ഫ്രോഡ് എന്ന് എഴുതി ഏട്ടൻ കടന്ന് സോറി ഗൈസ്, അത് ലോർഡ് എന്നായിരുന്നു മൈ മിസ്റ്റേക്ക്. ഇത് പിന്നെ ആരെ? അൾട്ടിമേറ്റ് പേട്ടൻ അല്ലേ? പേട്ടൻ തുമ്മിയ ഹൈപ്പ്, തുപ്പിയ ഹൈപ്പ്. എന്ത് ഹൈപ്പാണോ ഇത്? എന്ത് ചെയ്യാനാശാനെ? ഞാൻ നടന്ന ഹൈപ്പ്, ഇരുന്ന ഹൈപ്പ്, തുമ്മിയ ഹൈപ്പ്. നാണക്കേട്. മനുഷ്യനായ ഒരു ശേന യുക്തിബോധം വേണ്ട. ഇങ്ങനെ വന്ന് മലയാളത്തിലെ ബാലയ്യ ആയിക്കൊണ്ടിരിക്കുകയാണ്. വൃഷഭ എന്ന് പറഞ്ഞ് ഇപ്പൊ ഒരു പടം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് OTT വരുമോ എന്തോ, എന്നിട്ട് വേണം ഒന്ന് വർക്കാൻ. അയ്യോ കുറെ അങ്ങ് പോയി. എന്തായാലും ഗൈസ്, അൾട്ടിമേറ്റ് ഏട്ടനെ കൊല്ലാൻ വന്ന ഒരുത്തനെ ഏട്ട ഇടിച്ച് മലർത്തും ഗൈസ്. അതോടുകൂടി പേട്ടനെ ഏട്ടന്റെ ഗ്യാങ്ങിലോട്ട് അങ്ങ് ചേർക്കും. പിന്നെ സിനിമ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഇൻസ്റ്റാഗ്രാം റീലായി മാറുകയാണ്. ഈ സിനിമ കണ്ടപ്പോഴാണ് റീൽ വെച്ച് നമുക്കൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ശരിക്കും നമ്മൾ റീലുകളിൽ വൈറലായി കണ്ട പല സാധനങ്ങളും എടുത്ത് കോർത്തിണക്കി അതിന്റെ ഇടയിൽ കുറച്ച് മസാലയും മുളകുപൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കുറച്ച് ഡയലോഗുകളും പഴയ സിനിമകളിലെ കുറച്ച് കഥാപാത്രങ്ങളെയും കൊണ്ടുവന്ന് ആകെ കാച്ചി കുറുക്കി എടുത്ത് നോ ലോജിക് ഓൺലി മാഡ്നസ് എന്നൊരു ബോർഡും വെച്ച് ഇറക്കിയ പടമാണിത്. ഇനി ഈ ജിപ്സി ഇല്ലേ, ഈ ജിപ്സിയാണ് ഗില്ലിയിൽ വിജയ് ഓടിക്കുന്ന ജിപ്സി. ഈ ജിപ്സി വേറെ ആരെയും കയ്യിലില്ല. ഇത് മോഹൻലാലേട്ടന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. കാരണം എന്താണ്? അതെന്താ ഈ കറണ്ട് എടുത്തിരിക്കുകയല്ലേ? ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആയ കാലത്ത് മോഹൻലാലേട്ടൻ ചെയ്തു വെച്ച കാര്യങ്ങൾ ഇന്ന് ഈ വസന്ത കാലത്തിൽ യുവമാരെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷെ എനിക്കിതൊക്കെ തിയേറ്ററിൽ പോയി കണ്ടപ്പോ കാട്ട ക്രിഞ്ചാണ് തോന്നിയത്. അയ്യോ ഇതാരും മീശയായിരുന്നു അത്. ഞാൻ കരുതി മുഖത്ത് വെള്ള സോഫ എടുത്ത് വെച്ചേക്കണം, അതിൽ കയറി ഇരിക്കാം 3 പേർക്ക്. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ ഈ സിനിമയിൽ ഇല്ല. മുണ്ട് വടക്കി കുത്താനും മീശ ഉരിക്കാൻ ഗോകുളം ഗോപാലേട്ടൻ വിളിച്ച് പറഞ്ഞു. ഗോപാലേട്ടൻ പറഞ്ഞാൽ പിന്നെ ലാലേട്ടനെ തള്ളിക്കളയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് അങ്ങേര് ഒന്ന് പറഞ്ഞ പോലെ എന്തൊക്കെ ചെയ്തു വെച്ചിട്ട് അങ്ങ് പോയി. പിന്നെ ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ കൊള്ളാടെ. തിയേറ്ററിൽ ആദ്യം കണ്ടപ്പോൾ ഓളൊക്കെ ഉണ്ടായിരുന്നു. ഫാൻസിന് ആഘോഷിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. പിന്നെ ഒരേ സ്റ്റെപ്പ് എപ്പോഴും കാണിച്ചോണ്ടിരുന്ന എന്തോന്നും. ഇനി ഇതെല്ലാം കഴിയുമ്പോൾ ലാലേട്ടൻ പോവേണമെന്ന് അദ്ദേഹത്തിന്റെ ഹീറോസത്തിന്റെ പീക്ക് ലെവലിൽ പഞ്ചായത്തിൽ എത്തി ലാലേട്ടൻ പോണെന്ന് കൊണ്ട് വിരളൊക്കെ അഭിനയിക്കണുണ്ട്. ഇത്രയും വലിയ ഭ്രാന്തന്മാരെ കണ്ടിട്ടില്ല. ഇനി ഇതാണോ? പിന്നെ ഗൈസ്, എനിക്ക് ഈ സിനിമയിലെ ഹോൾ കഥാപാത്രങ്ങളിൽ എപ്പോഴും പടക്കം പൊട്ടിക്കുന്ന ധ്യാനേട്ടൻ മാത്രമാണ് വളരെ നന്നായി ചെയ്തതെന്ന് തോന്നി. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ, അദ്ദേഹത്തിന്റെ അഭിനയവും കോമഡിയും എല്ലാം ഇതിനകത്ത് വർക്കായി. കാര്യം ധ്യാനേട്ടൻ പടക്കങ്ങൾ സമ്മാനിക്കുമെങ്കിലും ഈ സിനിമയിൽ അദ്ദേഹം വളരെ നല്ലതായിരുന്നു. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ പറ്റി ഒന്നും പറയാനില്ല. ശേഷം പേട്ടൻ എങ്ങനെയാണ് സ്റ്റാർ ആയതെന്നും പേട്ടൻ എങ്ങനെയാണ് ഈ ഗ്യാങ് ഉണ്ടായതെന്നും ഒക്കെ കാണിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധത്തിൽ നേതാവായി സ്വയം പേട്ടൻ എങ്ങനെ ധ്യാനിച്ചിരിക്കുകയാണ്. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഈ വട്ടന്മാരെ കൂടെ കൂടിയിട്ട് പുള്ളിക്ക് മട്ടായി, അതായിരിക്കും. ശേഷം പിന്നെ വീണ്ടും ഒരു സ്പൂഫ് കഥാപാത്രമുണ്ട്. ലുക്ക് മിസ്റ്റർ ഇതിനകത്തൊരു സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം പറയും ദിലീപിന്റെ വട്ടാണെന്ന്, പേഴ്സണാലിറ്റി ഡിസോർഡർ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഫൈറ്റ് ആണ്. ഈ ദിലീപിന്റെ ടീമിനെല്ലാം കൂടി പോലീസുകാർ പിടിച്ചിട്ടേക്ക് അവർ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കും. അക്കൂട്ടത്തിൽ നമ്മുടെ ദിലീപിന്റെ ഉറ്റ സുഹൃത്ത് ആലു വർഗീസിനെ അങ്ങ് കൊല്ലും. അതറിഞ്ഞ പേട്ടൻ കരയും. എന്റെ അഭിനയത്തിനുള്ള കോംപ്ലിമെന്റ് ആണോ അതോ? എന്നിട്ട് പേട്ട മുഖ്യമന്ത്രിയായിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കും. കാരണം സ്ഥലമൊക്കെ മനസ്സിലായി ഇവർ എവിടെയാണ് ഒളിച്ചിരിക്കണേന്ന്. ഒപ്പം നോക്കുമ്പോഴേ ആ ജിപ്സി കത്തണു. ജിപ്സി കത്തിയതും വയറിളക്കം പിടിക്കുമ്പോ ഗ്യാസ് പോണമല്ല. അൾട്ടിമേറ്റ് ഏട്ടന്റെ എൻട്രി. അപ്പൊ മുഖ്യമന്ത്രി ചോദിക്കും, നിങ്ങൾ ആരാണ് നിങ്ങൾ? ഗില്ലി ബാല. ശ്രദ്ധിക്കണം, ദില്ലി ബാലയല്ല, ഗില്ലി ബാല. ഞാൻ പറയണ ഈ പേരിനേക്കാളും നല്ലത് ഇതായിരുന്നു അണ്ണാ, ഗാനഭൂഷണം നെയ്യാറ്റിൻകര ഗോപി. ഇനി അങ്ങോട്ട് ഇതിലെ ഫൈറ്റ് ഒക്കെ കണ്ട നമുക്ക് ആറാട്ട് സിനിമ ഒന്നുകൂടെ കണ്ടൊരു ഫീൽ ആയിരിക്കും. ഏട്ടന്റെ ഗില്ലി ജിപ്സി കത്തിച്ച അവന്മാർക്ക് കാട്ടിൽ ഒരു കാട്ടപരാധം കാണിച്ചു കൊടുക്കാന്ന് ഏട്ടൻ. കാട്ടുതീ എന്താണെന്ന് കാണിച്ചു കൊടുത്തിട്ട് വരാം.
ഇത്രയൊക്കെ പോരാഞ്ഞിട്ട് അങ്ങേര് ചെയ്ത് ലെജൻഡാക്കി വെച്ചേക്കണ ഒരു സാധനത്തിന് എടുത്ത് ഇതിന്റെ ഇടയിൽ വെറുതെ തിരികെ കയറ്റി വെച്ചേക്കണം. എടെ നോ ലോജിക് ഇല്ലെന്നൊക്കെ പറയുമ്പോ അതിലൊരു ചെറിയ ലോജിക് എങ്കിലും വേണ്ടേ. ആടുതോമയുടെ മുണ്ട് പറിച്ചടി, ആടുതോമയുടെ മുണ്ട് പറിച്ചടി കണ്ടാൽ നമുക്ക് രോമാഞ്ചം വരും. ഇതിൽ ഇനി കാണാൻ പോകുന്ന മുണ്ട് പറിച്ചടി കണ്ട കലനം വരും, അല്ലാതെ ഒന്നുമില്ല. കണ്ടില്ലേ, കുട്ടി വേഷത്തിലും ഹീറോ MCR. ഇനി ഗൈസ്, എന്താണ് നമ്മുടെ പേട്ടൻ ഈ മുഖ്യമന്ത്രിയോട് ഇത്ര വിരോധം എന്ന് അറിയാമോ? പേട്ടന്റെ അമ്മ മരിച്ചു കിടന്ന സമയത്ത് മുഖ്യമന്ത്രി അന്ന് വളരെ ചെറുപ്പമായിരുന്നല്ലോ. അപ്പൊ തന്റെ അമ്മയെ നോക്കി എനിക്ക് പണ്ടേ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ. ചത്തയിടുന്ന ശവത്തെ തിന്നാൻ നോക്കിയ ഇവനോടാണ് ആ കൊച്ചു മനസ്സിൽ വളരെ വലിയൊരു പക ഉദിക്കുന്നത്. അത് പിന്നെ വളർന്ന് വലുതായ ഏട്ടനെ അഘോരാത്രം വിരോധമായി മാറുകയാണ്. ഇത്രയും കാരണം മതിയോ ഒരു മുഖ്യമന്ത്രി തട്ടിക്കൊണ്ടു പോകാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ലോജിക്കില്ലാത്ത സിനിമയില്ല. അത്രയും കാരണം മതി. ശേഷം പേട്ടൻ പോയി കീഴടങ്ങുകയാണ് ഗൈസ്. കീഴടങ്ങുമ്പോ ജനങ്ങളുടെ മനസ്സിൽ ആരാണ് നായകൻ? മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടുപോയ വില്ലൻ. Makes total sense. പിന്നെ പോലീസുകാരെല്ലാം ചേർന്ന് പേട്ടനെ ഇടിച്ച് ഇഞ്ച പരുവാക്കും. എന്നിട്ട് പേട്ടനെ പിടിച്ച് ജയിലിൽ അടക്കി. പക്ഷെ ജയിലിൽ നമ്മുടെ മോഹൻലാൽ ഒന്ന് രക്ഷിക്കും. എന്നിട്ട് ഇതേ ഒരു പുതിയ വട്ടനെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണം. എന്നിട്ട് ലോജിക് ഇല്ലായ്മയോ വട്ടോ അടുത്ത പാർട്ടി കാണിച്ചിരാന്ന് പറഞ്ഞ് തമിഴിലെ മികച്ച വട്ടനെ ഇറക്കിയൊക്കെയാണ്. പിന്നെ ഈ സീസൺ ഞങ്ങൾ അങ്ങ് റാഞ്ച് ചെയ്യുന്നു. അങ്ങനെ പടം തീർന്ന് ഗൈസ്. ടെക്നിക്കലി ഞാൻ ഈ പടത്തെ റോസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇത് റോസ്റ്റ് ഒന്നുമല്ല, ചുമ്മാ നമ്മൾ ഒരുമിച്ചിരുന്ന് ഈ സിനിമ കണ്ടു എന്നേ ഉള്ളൂ. ഈ പടം പെട്ടെന്ന് തീർത്തു വന്നതിൽ നിങ്ങൾ എന്നോട് നന്ദി പറയണം കേട്ടോ. കാര്യം ഇങ്ങനെയൊക്കെയാണ്. കുറച്ച് ദിവസത്തേക്ക് ഞാൻ പരിചയമില്ലാത്ത ആൾക്കാരെ കാറിലൊന്നും കയറണില്ല. എന്നെ കൊണ്ട് അതിജീവിതനാവാനുള്ള കെൽപ്പൊന്നും ഇല്ല. പടം എന്തായാലും ഒരു ഹാഫ് ടൈം വാച്ചബിൾ ആണ്. ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, എല്ലാവരും പോയി കണ്ടു നോക്കൂ. നമുക്ക് നല്ലൊരു വീഡിയോയുമായി ഇനിയും കാണാം. ശരി ഗൈസ്, നമ്മൾ ഇനിയും കാണും. താങ്ക്സ്, ലവ് യു.